അലിനിക്കാഹിന്റെ ഖുതുബകളിലൂടെ നമ്മൾ കേട്ട തടക്കവും പടക്കവുമുള്ള ഒരു ഉദ്ധരണിയ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ചില ആളുകൾ വിവാഹം കഴിക്കുന്നത് സമ്പത്ത് നോക്കിയിട്ട സമ്പത്ത് അവരെ മാനദണ്ഡമാക്കിയിട്ട് വിവാഹം കഴിക്കുന്നവരാ. ചില ആളുകൾ സൗന്ദര്യം നോക്കിയിട്ടാണ് കഴിക്കുന്നത്. അവർക്ക് ദീനൊരു പ്രശ്നമല്ല, അവർക്ക് കുടുംബത്തിന്റെ വിഷയം അവരുടെ ചർച്ചയിലില്ല. അവർ സൗന്ദര്യം നോക്കിയിട്ട് വിവാഹം കഴിക്കുന്ന ആളുകളാ. പറയുമ്പോ ചില ആളുകൾക്ക് ഇതൊന്നും മാനദണ്ഡമല്ല. അവരുടെ മാനദണ്ഡം കുടുംബത്തിന്റെ മഹിതമായ മഹിമയാ, വലിയ കുടുംബത്തിന്റെ പ്രൗഢിയാ അവർ നോക്കുന്നത്. ചില ആളുകളോ വലിയ അല്ലാഹുവിനെ പേടിയുള്ള, പരലോകത്തെ കുറിച്ച് ചിന്തയുള്ള, അല്ലാഹുവിനെ ഭയമുള്ള ഹൃദയമുള്ള, അവരിലേക്ക് പോകേണ്ടവനായ, അവരിലേക്ക് പോകേണ്ടവനാണ് ഞാൻ. അല്ലാഹുവിന്റെ പരലോകമുണ്ട്. വൽആഖിറതു ഖൈറുൻ വഅബ്ഖാ. ആ പരലോകത്തിലേക്ക് കടന്നു ചെല്ലേണ്ടവയാ. അല്ലാഹുവിന്റെ മുമ്പിലെല്ലാത്തിനും ചോദ്യോത്തരമുണ്ടാകും. അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കുന്ന, മടി കൂടാതെ ഉടമ്പെടുക്കുന്ന, അല്ലാഹുവിന്റെ ദീൻ അനുശാസിക്കുന്ന നിയമങ്ങൾക്ക് വകവെച്ചു കൊടുത്തുകൊണ്ട് ആ അതിർവരമ്പുകളെല്ലാം ഭേദിച്ചു പോകാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാത്മീയമായിട്ടുള്ള തേജോമയമായിട്ടുള്ള ആ ഹൃദയമുള്ള ആ തരുണികളുണ്ടല്ലോ, അങ്ങനെയുള്ള വരന്മാരുണ്ടല്ലോ, അവരെ അവകളായി ആഗ്രഹിക്കുന്ന മറ്റൊരു സമൂഹം അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, കുറച്ച് സമ്പത്ത് പറഞ്ഞാലും പ്രശ്നമല്ല, കുറച്ച് പ്രൗഢി പറഞ്ഞാലും പ്രശ്നമല്ല, കുറച്ച് മറ്റുള്ള സ്വാധീനങ്ങൾ പറഞ്ഞാലും പ്രശ്നമല്ല, കുടുംബത്തിന്റെ പ്രൗഢി പറഞ്ഞാലും പ്രശ്നമല്ല, സൗന്ദര്യം പറഞ്ഞാലും പ്രശ്നമല്ല. പക്ഷേ ദീനിൽ ബോധമുള്ള പെണ്ണിനെ കൊണ്ട് നീ